നമുക്കെല്ലാം ചിത്രകല അങ്ങേയറ്റം ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഒരിക്കലെങ്കിലും വരയ്ക്കാത്തവരായി ആരും ഉണ്ടാകില്ല. കുണ്ട്രയിലെ തന്നെ അഭിമാനമായ കൊല്ലം ജില്ലയിൽ മുളവനയിലെ ഒരു പ്രഗത്ഭനായ ആർട്ടിസ്റ്റ് എൻ.എസ് മണി. ചേട്ടൻ ഒരുപാട് വ്യത്യസ്തതകളുള്ള ഒരു വ്യക്തിത്വമാണ്. കാരണം വരകൾക്ക് പോലും അദ്ദേഹത്തിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇന്ന് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. കേരളത്തിൻ്റെ കറുത്ത മുത്തിൻ്റെ ചിത്രമാണിത്. ശരിക്കും ഇത് എന്താ പറയേണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പേന കൊണ്ട് വരച്ചേക്കുന്ന ഒരു ചിത്രമാണിത്. ഇതേപോലെ ഒരുപാട് പോർട്രേറ്റ്സ് അണങ്ങളുടെ വരച്ചിട്ടുണ്ട്. അതൊക്കെ അണ്ണൻ തന്നെ പരിചയപ്പെടുത്തി. അയ്യോ എൻ്റെ പൊന്നെ ഒന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പിടിച്ചോ. നമ്മുടെ സുജാത, ഞാൻ കുറേ ഉണ്ട്. സെലിബ്രിറ്റികളെ വരയ്ക്കുന്നില്ല എന്നുള്ള പരാതി കണ്ട സുജാതയായി നമ്മുടെ പാട്ടുകാരി. ഇത് നമ്മുടെ പ്രശാന്ത് നാടകത്തിൻ്റെ പ്രശാന്ത് നാരായണൻ കണ്ടോ, കളക്കാട് അവാർഡ് കിട്ടിയതാണ്. നല്ല പടം തന്നെ. നമ്മുടെ സെലിബ്രിറ്റി അല്ലേ, നമ്മുടെ പുള്ളിയുടെ പേര് ഉണ്ണിമേനാണ്. അത് മനസ്സിലാണ്ട് ബഷീർ, ഐക്യ മുഹമ്മദ് ബഷീർ എൻ്റെയും ഒരുപാട് ഫേവറേറ്റ് ആണ്. നെക്സ്റ്റ് ടാഗോർ, ഗ്ലെയറില്ലല്ലോ, അറിയപ്പെടുന്നവരെ എടുത്തുതരാം. ഇതൊക്കെ ആർട്ടിസ്റ്റാണ്. നമ്മുടെ താണ്ടെ കുണ്ടർക്കാരൻ തോമസ് ഊട്ടി, നമ്മുടെ പ്രൊഫസർ എൽ തോമസ് ഊട്ടി ഫ്രണ്ടാണേ. താണ്ടെ കലാംജി പെൻസിലായി. ഇത് വരയ്ക്കുന്ന ആൾ തോന്നുന്നു അങ്ങനെ പടമൊക്കെ വരയ്ക്കുന്ന ഒരാളെ ചത്തു വലിയ ആളെ നന്നെ തന്നെ വരച്ചിട്ടുണ്ടോ. ഭയങ്കര രസമാണ്. ബാലു വളരെ ഒരുപാടുണ്ട്. കാരണം ഇത് ഇന്ന് കണ്ട തീരത്തിൽ ശരിക്കും അനിൽ അഷ്ടമുടി അത്രയും അധികം പോർട്രേറ്റ്സ് ആണ് വരച്ച് വെച്ചിരിക്കുന്നത്. അറിയത്തില്ലേ? ദാണ്ടെ എൻ്റെ പ്രിയ സുഹൃത്ത് രാജേഷ് ശർമ്മ, ആക്ടർ. രാജേഷ് ചേട്ടൻ ഇന്നലെ ഞങ്ങളത് കണ്ടാണ്ട താരപ്പെണ്ണാളെ വഴിയ കോമല്ലൂർ സത്യൻ ഉണ്ടോ, അറിയാവോ? ജനറലായിട്ടൊന്നും കണ്ടോ? ഇതെല്ലാം എടുക്കാൻ വേണ്ടിയുള്ള വരപ്പം. അത് നോക്കിക്കും ഉണ്ടോ. എല്ലാവരും എന്നെ ഞാൻ അറിയുന്നവരും എന്നെ അറിയുന്നവരും അപ്പോൾ രക്ഷയില്ല കേട്ടോ. ഹായ്, നമസ്കാരം മണിയണ്ണ. ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷങ്ങൾ വരച്ച് തന്നെ പോകുന്നു. എല്ലാ ദിവസവും വരയോട് തന്നെ ആരംഭിക്കുന്നു. അതെ, അങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതെ അതെ. ഇപ്പം ഏകദേശം എത്ര വർഷം കൊണ്ട് വരയ്ക്കുന്നുണ്ട്? അമ്മയൊക്കെ പറയുന്നത് ഞാൻ ജനിച്ച് കമന്ന് വീഴാൻ തുടങ്ങിയ തൊട്ടേ മണ്ണിലൊക്കെ മുറ്റത്ത് കിടത്തിയാൽ വരയ്ക്കുമായിരുന്നാണ് പറഞ്ഞത്, വിരലുകൊണ്ട് മണ്ണിലൊക്കെ. പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഞാനൊരു 5 വയസ്സ് മുതൽ പ്രതിഫലം മേടിച്ചുകൊണ്ട് വരയ്ക്കുന്നു. ശരി. ആ സമയം അല്ലാതെ എപ്പോഴും അന്നേ വരയ്ക്കും. മറ്റ് പണിക്കൊന്നും ഞാൻ പോയിട്ടില്ല അന്ന് മുതൽ ഇന്ന് വരെ. ശരിക്കും വരയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്തായിരുന്നു സംഭവം? ഈ ആൾക്കാർ പറയും ജന്മസിദ്ധമായി എഴുതാന്നൊക്കെ പറയും. ഞങ്ങൾക്ക് ഫാമിലിയിൽ ഒരുപാട് ശില്പികളും ചിത്രകാരന്മാരും ഉണ്ട്. ഞാനിപ്പോൾ ജനിച്ച് വീഴുമ്പോൾ ഞാൻ ഈ തൊട്ടിൽ കിടക്കുമ്പോഴേ ഞാൻ കാണുന്നത് ഞങ്ങളുടെ വീട്ടിൻ്റെ ഡ്രോയിങ് റൂം മുഴുവൻ ചിത്രങ്ങളാണ്. കൃഷ്ണനും ദൂഷന്തനും ശകുന്തളയും ശ്രീരാമൻ ഒടിക്കുന്നത്, മാനുകൾ വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ മറികടന്ന് ചാടിപ്പോകുന്നത്, ഒന്നും വേണ്ട, മുഴുവൻ ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ കണ്ടാണ് നമുക്കൊരു ഇത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു. വീട്ടിൽ ഈ ഭിത്തികളിലൊക്കെ വരയ്ക്കാറുള്ളൊരു പതിവുണ്ടായിരുന്നോ? വീട്ടിലെ ഭിത്തികളിൽ തച്ചോടിയോ തെണ്ണിയും ഒക്കെ വരയ്ക്കുമായിരുന്നു. ലാമ്പ് ഭിത്തിലെഴുതി ഹല്ലങ്ങർ അതൊരു കഥ വരച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം കടയെടുത്ത് പേരേമുക്കിൽ ആർട്ട് സെൻറ്റർ നടത്തിയപ്പം അവിടെ മാസത്തോറും മാറി മാറി പടങ്ങൾ വരയ്ക്കുമായിരുന്നു. കുടുംബത്തിലാരൊക്കെയാണുള്ളത്? എൻ്റെ 2 മക്കളും വൈഫും. അത് ഈ മോളെ വാങ്ങി കഴിച്ചെങ്കിലും ഇപ്പോൾ ഉണ്ടവൻ മാസ്കറ്റിലാണ്. പിന്നെ മോൻ ഗ്രാഫിക് ഡിസൈനറും ആർട്ടിസ്റ്റുമാണ്. സംസാരിക്കില്ല അവൻ. ശ്രീരാജസ് മണി ഫേസ്ബുക്കിലുമൊക്കെ ഉണ്ട്, ഗൂഗിളിലൊക്കെ എസ്റ്റാബ്ലിഷ് ആയ ആളാണ്. കാരിക്കേച്ചറാണ് വരയ്ക്കുന്നത്, പെയിൻറ്റിംഗ് അല്ല. ഇവിടെ ഈ സ്റ്റുഡിയോയിൽ വെക്കുന്നത്. ശരി. ഇപ്പം ഏകദേശം 60 വർഷങ്ങൾ പിന്നിടുന്നു വരയുടെ അല്ലേ? 60 കൊച്ചുനാളിൽ വരയ്ക്കുമായിരുന്നല്ലോ. പക്ഷേ പ്രതിഫലം മേടിച്ചൊക്കെ വരയ്ക്കുന്ന 5 വയസ്സ് കഴിഞ്ഞപ്പോഴേ തുടങ്ങി. ആദ്യമായി ജീവിതത്തിൽ കിട്ടിയ പ്രതിഫലം എന്തായിരുന്നു? ആദ്യമായി കിട്ടിയത് നമ്മുടെ കുറുമൂലയെ വരച്ചെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ കപ്പലിൻ്റെ, അതായത് അന്ന് പുള്ളിക്കാരൻ ഈ സർക്കിൾ ഓഫീസിലെ പ്യൂണായിരുന്നു. പുള്ളിക്കാരൻ ഈ കപ്പലിൻ്റെ വണ്ടിക്കകത്ത് കപ്പലിൻ്റെ കൊണ്ട് നിൽക്കുമ്പോൾ ഞാനൊരു സ്കൂളിൻ്റെ മതിലുകൾ നോക്കിയിട്ട് പുള്ളി കപ്പലിൻ്റെ ഇങ്ങനെ ഭരണിക്കകത്ത് കയറ്റി വാരുന്ന ഒരു പടം വരച്ചുകൊണ്ട് കൊടുത്തു. അപ്പോൾ അപ്പനെയൊക്കെ അറിയുന്നത് എന്നെ നല്ലോണം അറിയാം. ആ പ്രായത്തിൽ എന്നെ എല്ലാവരും അറിയുമ്പോൾ അവനെ
അപ്പം ഞാനിത് കൊണ്ടുകൂടുന്ന പുള്ളിയുടെ സന്തോഷത്തിനുണ്ടല്ലോ എന്നെ പിടിച്ച് കെട്ടി ഒരു ഉമ്മയും തന്നിട്ട് 2 കൈ നിറച്ച്. അപ്പം എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞും കൈയുണ്ട്, കയ്യിലിങ്ങനെ കപ്പലിൽ മേടിച്ച് ക്ലാസ്സിൽ കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുത്തു. പിള്ളേരെല്ലാം അവരെല്ലാം കൂടെ അവിടെ നിന്ന് തിന്ന് കപ്പലിൻ്റെ തോടെ അടങ്ങിയിട്ടിരുന്നു. സാറ് വന്നപ്പോൾ അവിടെ അത് ശിഖാമണി കപ്പലിൽ കൊണ്ടുവന്നേ. ഇപ്പോഴത്തേക്ക് സാറ് എന്നെ വിളിച്ച് പറയാൻ ഇനിയൊന്നുമില്ല, അടിയുന്നത്. ജീവിതത്തിൽ ആദ്യത്തെ പ്രതിഫലം അടിയോട് കൂടിയായിരുന്നു. ശരിക്കും സ്ഥലത്തിൻ്റെയൊക്കെ ഒരു പരിമിതി കൊണ്ട് അണ്ണനെ ഇതൊന്നും ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഈ പടത്തിൻ്റെയൊക്കെ ഒരു പെർഫെക്ഷൻ, അതിൻ്റെയൊക്കെ ഫേസിൻ്റെ ഒരു ഡീറ്റെയിലിങ്, അത് എത്രത്തോളം പറഞ്ഞാലും ശരിക്കും പറഞ്ഞ് മതിയാക്കാൻ പറ്റില്ല. അത്രയ്ക്ക് രസമാണ് പടം കാണാൻ. ഭയങ്കര പ്രത്യേകത ഉണ്ട്, കാരണം ഇത് ഒരു സെൽഫ് പോർട്രേറ്റ് അല്ലേ. അണ്ണൻ തന്നെ രാവിലെ നടക്കാൻ പോകുന്നൊരു പടമായത്. മണിയണ്ണ നിൽക്കുന്ന കേട്ടോ, എളമ്പുഴ അമ്പലത്തിൻ്റെ സൈഡും ഒക്കെയാണ് അല്ലേ. അടിപൊളി. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം മേടിച്ച ചിത്രം ഏതായിരുന്നു? ഈ അടുത്ത കാലത്ത് ഇപ്പം ഈ 1 വർഷം പോലും ആയില്ല, ഒരു ഗൾഫിലെ ഒരു സുഹൃത്ത് കുറേ മ്യൂറൽസും എല്ലാം ഓർഡർ ചെയ്ത് വരച്ചത്. മാന്യമായി 2-3 ലക്ഷം രൂപയ്ക്കകത്തുള്ള നല്ല വർക്കായിരുന്നു, നല്ല ഹെവി വർക്കുമായിരുന്നു. എന്ത് തരം പോർട്രേറ്റ്സ് വരയ്ക്കാനാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഞാൻ 60 വയസ്സിന് ശേഷം മ്യൂറൽ വരയ്ക്കുന്നത്. അപ്പം ഞാൻ അതിനകത്ത് മത്സരിക്കുന്നുള്ളൂ, ചലഞ്ച് ചെയ്യട്ടെ. അപ്പം എല്ലാം നമ്മൾ ഇതും ചെയ്യും. ഇപ്പം നമ്മളാദ്യം സ്ലേറ്റിൽ വരയ്ക്കുന്നത്, പെൻസിലുണ്ട്. പിന്നെ ഈ സാധാരണ HB പെൻസിലിൽ അമ്മക്ക് മേടിച്ചിരുന്നത്. അതേസമയം ഇപ്പോഴാണെങ്കിൽ B പെൻസിലുകൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത്. B12 വരെയുണ്ട്. കൊച്ചുകുട്ടികൾക്ക് കൊടുക്കാനൊക്കത്തില്ല. B12 ഒക്കെ ചെത്തിക്കഴിഞ്ഞാൽ സോഫ്റ്റാണ്, ഐബ്രോയിൽ ഉപയോഗിക്കാം, ഒടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അത്രയും ക്വാളിറ്റിയുള്ള പെൻസിൽ വെച്ചാൽ ഫെദർ ടച്ച് ആയിരിക്കണം. കാര്യം കടലാസും പെൻസിലും അറിയാതുള്ള ടച്ച്, അതൊക്കെ കൈയുടെ ബാലൻസും ഉണ്ട്. ഈ ഫ്രീ ഹാൻഡൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ കഴിയും. ഞാനിപ്പം പേന കൊണ്ടുവരെ ഫെദർ ടച്ച് ചെയ്ത് ഇപ്പം വരയ്ക്കുന്നുണ്ട്. കാര്യം ഈ മൈക്രോ ടിപ്പിൻ്റെ ഡാർക്ക് ബ്ലാക്ക് പെൻ, ആ എങ്കിൽ ഞാൻ ഫെദർ ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പെൻസിലാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. അത്രയും മൈന്യൂട്ടായിട്ടുള്ള ഞാൻ തൊട്ടില്ല എന്നും പറഞ്ഞു. ഓക്കെ, അത് നമ്മളൊക്കെ ആദ്യമൊക്കെ വരയ്ക്കുമ്പം പേപ്പർ കയറി പോകത്തില്ല, അത്രയും അമർത്തിയല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അതിനൊരു പ്രത്യേക തരം ചിത്രങ്ങൾ വരയ്ക്കാനൊന്നും ശ്രമിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും N.എസ് മണി എന്ന് പറയുന്ന വ്യക്തിയുടേതായൊരു വർക്കുകളുണ്ട്. അങ്ങനെ ഒരു സാധനം എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ? 250ഓളം ചിത്രങ്ങൾ എൻ്റെ ബ്രെയിനിൽ നിന്ന് എടുത്തുകൊണ്ട് പൊളിറ്റിക്കൽ സാറ്റുകാർ ഭാരതീയം എന്ന് പറയുന്ന ചിത്രമുണ്ട്. മഹാത്മജി തളർന്ന് ഉറങ്ങുന്നതും ഒരു ചുവടുതാങ്ങിക്കടുത്ത് ഒരു കഴുത കിടക്കുന്ന മഹാത്മജി നോക്കുന്നതും ദേശീയ പതാകയിൽ നിന്ന് ചക്രം അതിൻ്റെ ധർമ്മജയം കറങ്ങുമ്പം അത്രയും തുണിയുമായിട്ട് പറഞ്ഞ് കയറി തറയിൽ നിന്നു അത് നാണയമായിട്ട് മാറുന്നതും ഒക്കെ ആയിട്ട് പെയിൻറ്റിങ് വളരെ എല്ലാ പത്രങ്ങളിലും വന്ന പടമാണ് ഭാരതീയം. പിന്നെ ഡെഡിക്കേഷൻ, നിറം മാറുന്ന കൊടികൾ, പിന്നെ അതുപോലെ തന്നെ കാലം, അങ്ങനെ 250 എൻ്റെ ഓൺ ചിത്രങ്ങളുണ്ട്. പതനം, എർപ്പ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചിത്രങ്ങളുണ്ട്. സെക്സ് ആൻഡ് ക്രൈം, അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ എൻ്റെ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടികളെ ചിത്രരചന പഠിപ്പിക്കുന്നുണ്ടോ? ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ടാലൻ്റുള്ള കുഞ്ഞുങ്ങളെ കിട്ടിയാൽ ഞാൻ കാര്യമായിട്ട് ഒരു ടാലൻ്റുള്ള കുട്ടിയെ നമുക്കൊരു കട്ടിച്ചൊരു 5 ദിവസം ഉണ്ടെങ്കിൽ അവനെ നല്ല എക്സ്ട്രീമാക്കി വിടാൻ കഴിയും. അവൻ എന്താണ് താല്പര്യം, അവനെ പഠിച്ച് വരച്ചത്. ഇതൊരുമാതിരി പഠിച്ച് കണക്ക് പഠിപ്പിക്കുന്നുള്ളൂ. ഈ കണക്ക് ഹിന്ദിയൊക്കെ പേടിയായിരുന്നു. ഇതെന്ന് വെച്ചാൽ അവരെ നമ്മൾ കമ്പനി അടിക്കുക, പിള്ളേരുടെ നിലവാരത്തിലേക്ക് ചെന്ന് ഞാൻ ഡെമോൺസ്ട്രേഷൻ പോകും കുട്ടികളുടെയൊക്കെ. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇവരെല്ലാം ഭയങ്കരമായിട്ട് ഈ 1-ാം ഘട്ടം എന്ന് പറയുമ്പോൾ പിള്ളേർ പിന്നെ പേടിച്ചിങ്ങനെ നിൽക്കാൻ ഞാൻ അവരോട് പിന്നെ വളരെ കഷ്ടപ്പെട്ട് അവരെ കൂട്ടുപോകും. അവർ വരയ്ക്കുന്നോണ്ടുള്ള പൂവും വീഴും ഒക്കെ എല്ലാം പൂച്ചയും കീച്ചയും എല്ലാം വരച്ച് കാണിച്ച് ഒത്തിരി കഴിയുമ്പം നിങ്ങൾ വരയ്ക്കുന്നവരെ ഞാനും വരയ്ക്കും. പിന്നെ ഒത്തിരി നാളുകൂടെ വരയ്ക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. മക്കളെന്നൊക്കെ പറഞ്ഞു കമ്പനി അടിച്ച് അവരെ സോഫ്റ്റ് ആക്കും. ആക്കി അവർ പഠിപ്പിക്കാമെന്ന് അവർക്ക് തോന്നത്തില്ല. അവരോടൊപ്പം ഉള്ള ഒരാളായിട്ട് തോന്നുന്നു. അവരറിയാതെ അവരെ നമ്മൾ പഠിപ്പിക്കാം. അല്ലാതെ നമ്മൾ കണ്ണുരുട്ടാനും കാരുരുട്ടാനും ഒന്നും പോകല്ല. ഇതിൽ മറക്കാൻ പറ്റാത്ത ഒരു ശിഷ്യൻ ആരായിരിക്കും? ഇത്രയും കാലത്തിനിടയ്ക്ക് മറക്കാൻ പറ്റാത്തൊരു ശിക്ഷ പണി തന്ന ശിഷ്യന്മാരുണ്ട്. പണിയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ? പണി എന്ന് പറഞ്ഞാൽ ഒരു ശിഷ്യൻ്റെ അച്ഛൻ എനിക്ക് ഡെയിലി വരും, കരിമീനും എല്ലാം വാങ്ങിച്ചുകൊണ്ടും ഫ്രീ ആയിട്ട് തരും. എൻ്റെ മോനെ ഡ്രോയിങ് പഠിപ്പിക്കണം സാറേ, ഭയങ്കര വരപ്പാൻ പറയാം. എനിക്കിത് വീട്ടിൽ വെച്ചാൽ അങ്ങനെ ഒരു ദിവസം ശിഷ്യം വന്നു. ശിഷ്യനെ പഠിപ്പിക്കുക ഡ്രോയിങ്ങുമില്ല. അപ്പോൾ ആദ്യം ശിഷ്യം മറ്റു പലരോടും പറയും, ഒരു കാര്യമില്ല വേടന്മാർ വരയ്ക്കുന്നു, ഫ്രീ ഹാൻഡൊക്കെ എന്തിനാണ് പഠിക്കുന്നത്? കൈ ഫ്രീ ആവാൻ വേണ്ടിയാണ് ഫ്രീ ഹാൻഡ് പഠിക്കുന്നത്. ഇങ്ങനെ വരയ്ക്കുന്നോളൂ, ഇങ്ങനെയും വരയ്ക്കാനോ, 2 കണ്ടും വരയ്ക്കാനോ. അപ്പം ഇവൻ ഒരുവിധം പറക്കം പറ്റി പഠിക്കാറായി. എല്ലാം നമ്മൾ ലോകമില്ല പറഞ്ഞു കൊടുത്തു. എനിക്ക് ഫീസ് വേണ്ടല്ലോ, ഫീസിനല്ലല്ലോ. ഇവൻ N.എസ് അഡ്രസ്സ് വെക്കും എന്നോടുള്ള സ്നേഹം കൊണ്ട്. ഡ്രോയിങ്ങുകളിലല്ല അവൻ വരയ്ക്കുന്ന പെയിൻറ്റിങ്ങിലെല്ലാം എന്നെ നല്ല പടമാണെങ്കിലും എനിക്ക് പേര്, മോശം പടമാണെങ്കിലും എനിക്ക് പേര് ദോഷം. പക്ഷേ അവന് പേരിൽ ഞാൻ പറയണം, മോനെ നീ ഇങ്ങനെ വെക്കരുതെന്ന് പറയാം. പള്ളിയിലൊക്കെ വരയ്ക്കുന്നുണ്ട്. ഓരോ പള്ളി ചെന്നപ്പോൾ N.എസ് മണിയാന്ന് പറഞ്ഞുകൊണ്ട് ഓർഡർ ചോദിച്ചു. ആ പ്രശ്നം എന്നെ അറിയുന്നിടത്ത്. അപ്പോൾ അതൊരു ഭയങ്കര പിന്നീട് ബുദ്ധിമുട്ടായി മാറി. വേറൊരു ശിഷ്യം നോക്കിയോ, തന്തയ്ക്ക് ഭയങ്കര സ്നേഹമുള്ള ശിഷ്യം. ഇവരൊക്കെ നിങ്ങൾ അറിയുന്നവരാണ്. ഒരു ദിവസം ഒരാട്ടോടെ ബാക്കി വരച്ചുകൊണ്ടിരിക്കുക. അവൻ പുലിയാണ് ഉദ്ദേശിച്ച് വരയ്ക്കുന്നത്.
അപ്പോൾ പുലിയെ വരയ്ക്കുമ്പം ഈ ചെവി വലുതായിട്ട് വരച്ചാൽ പൂച്ചയായി പോകും. തമ്മിൽ വലിയ സിമിലാരിറ്റി ഇല്ല. അപ്പോൾ ഞാൻ ബസ്സുകാരൻ വന്നപ്പോൾ പറയും, ഞാൻ ചോദിച്ചേടാ നീ എന്ത് വരയ്ക്കുന്നത്? അണ്ണാ പുലിയെ. ഞാൻ പറയാം ചെവി വലുതാണ്, ചെവി വലുതാകുമ്പം പൂച്ചയായി പോകും, ചെവി ചെറുതാക്കുന്നു പറയാം. അപ്പം എനിക്കിത് അവന് ഫീൽ ചെയ്യൊന്നും തോന്നിയില്ല. ഇവനങ്ങ് ഫീൽ ചെയ്തിട്ട് ഞാനങ്ങ് വെക്കണം. ഞാൻ ഡിപ്ലോമ പാസ്സായ, അയാൾ ഡ്രോയിങ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു. അതിൻ്റെ പേര് പിന്നെ അവനോട് മിണ്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഈ വരച്ച ചിത്രങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയാവുന്ന ഒരു ചിത്രം ഏതായിരിക്കും? ഏറ്റവും പ്രിയപ്പെട്ട ചിത്രം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടിയത്, ഏറ്റവും കൂടുതൽ പേര് കിട്ടിയത്, എല്ലാ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ആ ചിത്രത്തെക്കുറിച്ച് നല്ല ആസ്വാദനവും വന്ന് നല്ല വലിയ ആൾക്കാരെല്ലാം നല്ല കമൻറ്റും കിട്ടിയ ഒരു ചിത്രമാണ് ഭാരതീയം. പ്രായത്തിനപ്പുറത്തേക്ക് കഴിവിനെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും കാലങ്ങളിൽ ഈ കടന്നുപോയ ഓരോ കാലഘട്ടത്തിലും ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നിയൊരു ചിത്രകാരനാണ് ഇന്ത്യയിലാണോ അതോ വേൾഡിലോ? അന്നെ സംബന്ധിച്ച് പ്രായവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല മാനദണ്ഡമാകാറുള്ളത്. ഞാൻ ഈ ലോകത്തോളം മുഴുവൻ ചിത്രകാരന്മാരെയും ചിത്രങ്ങളുണ്ട്. എന്നാൽ പോലും വരയ്ക്കാൻ എനിക്ക് പ്രചോദനം ഉണ്ടായത് പണ്ടൊക്കെ ഈ സപ്ലിമെൻ്റ് മാസിക ഇറങ്ങും, കൗമുദിയുടെയും മനോരമയുടെയൊക്കെ ഓണപ്പതിപ്പ്. ആ ഓണപ്പതിപ്പിൽ ചിറയൻകീഴ് ശ്രീകണ്ഠൻ, ഇവരൊക്കെ ഇവിടെയുള്ള കൊല്ലക്കാരാർട്ടിസ്റ്റുകൾ പറയാ അയാൾ ചിറയൻകീഴ് ശ്രീകണ്ഠനെ ആരാധിക്കുന്നു. ചിറയൻകീഴ് മൈൻഡല്ല, പക്ഷേ പാൽക്കുടമേന്തിക രാധിക എന്നും പറഞ്ഞ് രാധ ഇങ്ങനെ ഒക്കത്തെ ഒരു പാൽക്കുടം കൊണ്ട് ഒരു പടം, ഒരു മയിൽപ്പീലി അവളെ ഇങ്ങനെ ചുറ്റി പണഞ്ഞേക്കുന്നു, കൃഷ്ണനെ ഉദ്ദേശമായിരിക്കും. ആ ഒരു പടം ചിറയൻകീഴ് ശ്രീകണ്ഠൻ്റെ ഒരു പടം കേരളകൗമുദിയുടെ ഓണം വിശേഷപ്പതിപ്പിൽ അടിച്ചു വന്നു ചേട്ടന്മാർ മേടിച്ചുകൊണ്ട് വരും. ഞാൻ കൊച്ച ഈ പടം കണ്ടിട്ട് ഞാനത് അങ്ങനെ എനിക്ക് വരയ്ക്കണമെന്നുള്ളൊരു, അന്ന് ഈ ചിത്രകാരന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും മാസുകൾ, ഇപ്പോൾ അതൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ ഒരു വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗത്താണ്, ഊണും ഉറക്കമൊക്കെ ഏകദേശം ഉപേക്ഷിച്ച നിലയിലും ഇങ്ങനെ അത് മാത്രമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മുഖ്യധാര മാധ്യമങ്ങളിലൊക്കെ അതിനെപ്പറ്റി ഒരു വിവരണമൊക്കെ വന്നായിരുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകർക്കും അതറിയാനൊരു ജിജ്ഞാസയൊക്കെ ഉണ്ടാവും. പൂന്താനത്തിൻ്റെ ഇല്ലം നിന്നതാണ് ഇപ്പോഴത്തെ ഗുരുവായൂർ ക്ഷേത്രം എന്നാണ് പറയുന്നത്. പക്ഷേ ഗുരുവായൂർ അന്ന് ഒരു ദിവസം മുഴുവൻ ഒരിക്കൽ പറഞ്ഞു പൂന്താനം എന്ന് പറഞ്ഞാൽ ജീവിച്ചിരുന്നിട്ടേ ഇല്ലെന്ന്. ആലോചിച്ച് പോകണം. പൂന്താനത്തിൻ്റെ നമ്മൾ ഞാനപ്പാനെ എല്ലാം കേൾക്കുന്നത്. നാളെ ഞാൻ ജീവിച്ചിരുന്നിട്ടില്ല, വളരെ അങ്ങനെ സാധനം ഇല്ലെന്ന് പറയാൻ സത്യം. അതിൻ്റെ വീടെല്ലാം ഞാൻ വിറ്റ് ഞാൻ അവിടുന്ന് 7-ാം കുറ്റിയാണ് താമസിക്കുന്നത്. അങ്ങനെ ആൾ ജീവിച്ചിരുന്നിട്ടേ ഇല്ലെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ജീവിച്ച് ഇത്രയും വയസ്സൊക്കെ ആയില്ലേ ഉണ്ണ, ഇതുവരെ മത്സരിക്കാതൊക്കെ ഇരുന്നെങ്കിലും ഒരു റെക്കോർഡെങ്കിലും ഉണ്ടാക്കി വെച്ചില്ലേ കഷ്ടമാണ് നമ്മുടെ സുഹൃത്തുക്കൾ ദിവസേനപ്പോൾ ഉള്ള ആൾക്കാർ. അപ്പം ഞാനിങ്ങനെ ഇപ്പോൾ അന്നേരം ഇത് ലിംക ബുക്ക് ഉണ്ട്, ഇന്ത്യൻ ബുക്കിലൊക്കെ ഉണ്ട് ആൾക്കാർ. ഇപ്പം 5 അടി സ്ക്വയറിൻ്റെ ഒരു വലിയ മഹാത്മാഗാന്ധിയുടെ തല വരച്ച ഒരു ആർട്ടിസ്റ്റ് വരെ ഇന്ത്യ ബുക്കിലുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരിടത്തും മത്സരിക്കാറുണ്ട്. ഇപ്പോഴും മത്സരിക്കാനുള്ള മസിൽ പവർ എനിക്കില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഒരടയാളം വേണമല്ലോ, അതിനുവേണ്ടി നല്ലൊരു ശ്രമം നടത്താം. കൊക്കൊങ്കിൽ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഉണ്ടാക്കണം. അടുത്ത കാലത്തെങ്കിലും വേറെ അടുത്ത് മായ്ക്കാനൊക്കെ കവർ ചെയ്യാത്ത റെക്കോർഡ്, ഒരാഴ്ച കഴിഞ്ഞ് വേറെ അങ്ങനെ റെക്കോർഡ് ഉണ്ടാക്കണം കഴിയുമെന്ന്. കാരണം മറ്റ് പല കൂട്ടുകാരും പറഞ്ഞു എന്നാൽ കട്ടയും പടവും മടങ്ങാറായില്ലേ, ഇനി ഇപ്പോൾ നടക്കാൻ പോകുന്നില്ല. ഞാൻ പറയാം അത് കട്ടയും പടവും മടങ്ങാ ദൈവത്തിൻ്റെ ഇരിക്കുക, നീ നിൻ്റെ മടങ്ങാതെ നീ നോക്കിക്കോളാൻ പറയും. അപ്പോൾ ആ ഒരു ശ്രമത്തിലാണ് നമ്മൾ. എൻ്റെ ഒരു ആഗ്രഹം 2000 ചിത്രങ്ങളെങ്കിലും കുറഞ്ഞ് വരയ്ക്കണമെന്നാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ത് തരത്തിലുള്ള പെയിൻറ്റിങ്ങാണ്? അത് വാട്ടർ കളറാണോ, ഓയിൽ പെയിൻറ്റിങ്ങാണോ? ഒരുപാട് മീഡിയം ഉണ്ടല്ലോ, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏതിനോടാണ്? ആ ചോദ്യത്തിനുള്ള ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യക്കാരന് വേണ്ടി അല്ലാതെ എനിക്ക് വേണ്ടി വരയ്ക്കുമ്പം ഇല്ലേ, എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് വരയ്ക്കുമ്പോൾ ഓയിൽ പെയിൻ്റാണ് എനിക്കിഷ്ടം. എണ്ണച്ചായ ആകുമ്പം ഉണങ്ങാൻ 2 ആഴ്ച എടുക്കും. നമുക്ക് വേണമെങ്കിൽ ലൈറ്റ് ഷെയ്ഡിനും അനുസരിച്ചുള്ള കളർ എടുത്ത് തേച്ച് നൈഫിനകത്തോ, നൈഫ് കൊണ്ടോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ റഫ് സ്ട്രോക്ക് തേച്ച് അങ്ങ് വെച്ച് പോകാം. വേണ്ട ലയിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 2ൻ്റെ ഇടയ്ക്കുള്ള ഒരു ടച്ച് ചെയ്താൽ ലയിപ്പിക്കാനും കഴിയും, താമസമുണ്ട്. അതേസമയം ഇനാമൽ പെയിൻറ്റോ വാട്ടർ കളറോ അക്രിലിക്കോ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് വാങ്ങിപ്പോൾ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. അതിന് മുകളിൽ ഈ കളറിൻ്റെയൊക്കെ ടെക്നിക്സ് കുറേ അധികം ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നല്ലേ? ടെക്നിക്സ് എല്ലാം അത് ചെയ്ത് പഠിച്ചതല്ലേ, അത് നമുക്ക് പറയാനൊക്കാത്ത രീതിയിലുള്ള നമുക്ക് ഒരുപാട് കളറുകൾ ഈ കാണുന്ന ഒരു കമ്പനികൾ കാണാത്ത കളറുകളും നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. എന്നാലും ബേസിക്കായിട്ട് നമ്മൾ പഠിച്ച ഒരാളാകുമ്പോൾ അവർ അതേ ചെയ്യാനും. ഇപ്പോൾ നമ്മൾ ഈ നിയമബോധം ഉള്ളതുകൊണ്ട് ക്രിമിനലാവാനൊക്കത്തില്ലെന്ന് പറയണം. ഒരു നിയമം നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം, എന്നെ കൊന്നാൻ കൊല്ലും, അല്ലാതെ 7 തങ്കപ്പൻ പറയണം.
അവൻ വേണ്ട അമ്മേനെ അടിച്ചു, ഞാൻ അവൻ്റെ തലമണ്ടയ്ക്ക് അടിച്ചു, അവൻ ചത്തുപോയി. അപ്പം ഞാനെന്ത് നിങ്ങൾ പോലീസുകാരെ അവനെ അല്ല നമ്മൾ അറിയാതിരിക്കുക, കൂടുതൽ പരിജ്ഞാനങ്ങളിലോട്ട് പോകാത്തതാണ് നല്ലത്. നമുക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല. അടിതറിയുമ്പോൾ അൾപ്പേറ്റും എല്ലാം പഠിച്ച വർമ്മവും പഠിച്ചവൻ ഇവിടെ തന്നെ തൊടാൻ പോലും ഒക്കത്ത, അത് വർമ്മമായി പോകുമല്ലോ. അവിടെ എല്ലാം നോക്കുന്ന എല്ലാം വർമ്മമാണ്. അവിടേക്ക് അവൻ അടിയും കൊണ്ട് അവരെ വീട്ടിൽ ഓടാമെന്നുള്ളതേ ഉള്ളൂ. അപ്പം കൂടുതൽ പഠിക്കേണ്ട ആവശ്യത്തിലുള്ള പഠിച്ചാൽ മതി. അക്കാഡമിക് ലെവലിൽ ചിത്രരചന പഠിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലില്ല. ഈ അക്കാഡമിക് ലെവലിലെന്ന് പറയാൻ പഠിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ചെന്നിടത്തൊന്നും എന്നെ ഒരു ശിക്ഷനായിട്ട് സ്വീകരിച്ചില്ല. അന്ന് എഴുകൊണ്ടൊരു CPV സാറിൻ്റെ ഇതുണ്ടായിരുന്നു. സാറ് വെളിയിൽ പോയപ്പോൾ അമ്പലപ്പുറം ജോൺ സാറായിരുന്നു അവിടെ ട്യൂട്ടർ. ഞാനവിടെ ചെന്ന് പറഞ്ഞു, സാറേ ഞാൻ ബോർഡൊക്കെ എഴുതുന്ന ഒരാളാണ്, എനിക്കൊരു അഡ്മിഷൻ വേണം, ഫീസൊക്കെ എത്ര വേണം തരാം, പക്ഷേ രാവിലെ ഉച്ചയ്ക്ക് ശേഷമേ വരാനൊക്കെ. പ്രൊഫഷണൽ അപ്പോഴത്തേക്ക് ഞാൻ പ്രൊഫഷണലായി. പേര് N.എസ് മണി എന്ന് കേട്ടാൽ ജോൺ സാർ പറഞ്ഞു, നിന്നെ ഇവിടെ പഠിപ്പിക്കാക്കത്തില്ല, വയ്ക്കണം, ഈ N.എസ് മണിയല്ലേ, നിന്നെ ഇവിടെ പഠിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇവിടെയൊക്കെ സിനി സാറ് മാത്രം പറഞ്ഞ മണി കൊല്ലം ചിന്നക്കടല എന്ന ആർട്സ് സെൻറ്റർ ശ്രീനാരായണ സാറ് ഞാൻ താമരക്കുളത്തേക്ക് മാറുമ്പം ഞാൻ നേരെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ സിനി സാറ് താമരക്കുളത്തേക്ക് മാറിയപ്പോഴത്തേക്ക് ഞാൻ വെൽഫെയറിൻ്റെ സ്കൂളിൽ നമ്മൾ ഡിസൈൻ പഠിപ്പിക്കാൻ ടീച്ചറായിട്ട് കയറി. എല്ലാ പാർട്ടികൾക്കും വേണ്ടി വരച്ചിട്ടുണ്ട്, എല്ലാ ക്ഷേത്രങ്ങൾക്കും വേണ്ടി, എല്ലാ പള്ളികൾക്കും വേണ്ടി വരച്ചിട്ടുണ്ട്. കേരളത്തിലെ ഭൂരിപക്ഷം ക്രിസ്ത്യൻ ദേവാലയങ്ങളും ഓർത്തഡോക്സ് പള്ളികളും ഞാൻ വരെ മൂട്ടാൻ പടങ്ങളിൽ പോകും, അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ. അപ്പോൾ ഇതൊന്നും പക്ഷേ എന്നിട്ടും എനിക്കൊരു ധൈര്യമില്ലായ്മയുണ്ട്. കാര്യം പഠിച്ച് തീർന്നില്ല, എനിക്ക് എന്തെങ്കിലും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കും വരയിലൊക്കെ. ചിത്രരചനയിൽ ഇപ്പം വളരെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ കടന്നു വരുന്നത്. ബാക്കി മുഴുവൻ ആൾക്കാരും ഡിജിറ്റൽ ഡ്രോയിങ്, ഡിജിറ്റൽ ആപ്പ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ കടന്നു വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? ഈ ഡിജിറ്റൽ രംഗത്ത് കടന്നുപോയ ആൾക്കാരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഞാൻ മനുഷ്യനോളം ഒരു മെഷീനും വരത്തില്ല. ഇതുവരെ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല മെഷീൻ മനുഷ്യൻ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തിരിച്ചല്ലാതെ എന്നെ പോലെയൊക്കെ വരയ്ക്കാൻ, ചിത്രകല പഠിക്കാൻ വരുന്ന പുതിയ തലമുറയോട് പറഞ്ഞാൽ, ഇത് സ്ഥിരം വരുമാനമില്ലാത്തൊരു കലയാണ്. നിങ്ങൾക്ക് സ്റ്റൈലിന് നിങ്ങൾ നല്ലോണം പഠിച്ച് വേറൊരു ജോലി കിട്ടിയിട്ട് ചിത്രകല ഒരു സൈഡ് ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയും. പക്ഷേ എന്നെപ്പോലെ പട്ടിണി കിടന്ന് ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിതം നരയിക്കാനുള്ള അവസരം ആയിപ്പോവും ചിത്രകല മാത്രമായി കഴിഞ്ഞാൽ. പക്ഷേ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയും, അറിയപ്പെടാൻ കഴിയും, ധാരാളം വരയ്ക്കാൻ കഴിയും, ഒക്കെ ചെയ്യും. പക്ഷേ അത് സമർപ്പണബോധം ഉണ്ടെങ്കിൽ മാത്രമേ ആ രംഗത്തേക്ക് വരാവൂ. അപ്പം ഇതൊക്കെയാണ് മണികണ്ഠൻ തുറന്നു പറച്ചിലുകളുടെ ഒരു വലിയ സംഭവമാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലേ. അപ്പം ഇനി അണ്ണൻ്റെ ചിത്രങ്ങൾ മേടിക്കാനോ ഗിഫ്റ്റ് കൊടുക്കാനോ വളരെ വ്യത്യസ്തമായ ചിത്രങ്ങൾ ഒരുപാടുള്ളതാണ് അണ്ണൻ്റെ വരകളിൽ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അണ്ണൻ നേരത്തെ മുളവനെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം താമസം ഏഴാംകുറ്റിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏഴാംകുറ്റി പോലീസ് ക്വാർട്ടേഴ്സിൻ്റെ അടുത്താണ് അണ്ണൻ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചിത്രങ്ങൾ വാങ്ങാനോ പുതിയ പോർട്രേറ്റ്സ് വരപ്പിക്കാനോ ഒക്കെ ആർക്കെങ്കിലും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ അണ്ണനായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അണ്ണൻ്റെ നമ്പർ അണ്ണൻ തന്നെ പറയും. എൻ്റെ നമ്പർ വാട്സപ്പ് നമ്പർ തന്നെ 96 45 67 24 82. അപ്പോൾ ഇതാണ് അണ്ണൻ്റെ നമ്പർ. ആർക്കെങ്കിലും എന്തെങ്കിലും ചിത്രരചനയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ, ക്ലാസ്സുകൾക്കുമായിട്ട് ആരെങ്കിലുമൊക്കെ അറിവ് സമ്പാദിപ്പിക്കാൻ ടാലൻ്റ് ഉള്ളവർക്ക് മസ്റ്റാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പഠിപ്പിക്കും. ടാലൻ്റ് ഉണ്ടാവണം, അല്ല തള്ളയും തന്തയും കൂടെ നിർബന്ധിച്ചുള്ളവർ നമുക്ക് വേണ്ട, എല്ലാവരും കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും അണ്ണനെ വിളിക്കാവുന്നതാണ്. അണ്ണനിപ്പോൾ ക്വാർട്ടേഴ്സിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഉറപ്പായും അണ്ണനായിട്ട് ബന്ധപ്പെടുക. അടുത്തൊരു വലിയ പ്രതിഭയുമായി വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന വിശ്വാസത്തോടുകൂടി താങ്ക് യു മണിയണ്ണ. താങ്ക് യു.